ഇതും ഒരു മനുഷ്യസ്നേഹിയുടെ സന്മനസ്. രാജാക്കാട് ചെറുപുറത്ത് വെട്ടുങ്കല്ലുമാക്കൽ പൊന്നുണ്ണിയും ഭാര്യ റെജിയും നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ പൊന്നുണ്ണിയും ഭാര്യയും ഓലിക്കൽ തണ്ടിൽ ജോയി മർക്കോസ് കുഞ്ഞുമോൾ ദമ്പതികൾക്ക് കൈമാറി. രാജാക്കാട് വെട്ടുകല്ലുമാക്കൽ പൊന്നുണ്ണിയും കുടുംബവുമാണ് പുറം ലോകം അറിയാൻ ആഗ്രഹിക്കാതെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. രാജാക്കാട് പഞ്ചായത്തിലെ ചെറുപുറം കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഓലിക്കൽ തണ്ടിൽ ജോയി മർക്കോസ് കുഞ്ഞുമോൾ ദമ്പതികളുടെ വീട് ഇടിഞ്ഞു വീഴാറായ കമുങ്ങുകൊണ്ടുള്ള തൂണിൽ ആടിയൊലിഞ്ഞ നിലയിലായിരുന്നു. ഈ കുടുംബത്തിന് ഒരു പദ്ധതിയിലും ഉൾപ്പെടുത്തി വാസയോഗ്യമായ ഒരു വീട് നിർമ്മിച്ചു നൽകാൻ ത്രിതല പഞ്ചായത്തുകളോ സംസ്ഥാന സർക്കാരോ തയ്യാറായില്ല. കാലവർഷമെടുത്ത നിമിഷം ആരംഭിക്കുമെന്നിരിക്കെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ഈ നിർധന കുടുംബം. ഇത് തിരിച്ചറിഞ്ഞ വെട്ടുകല്ലുമാക്കൽ പൊന്നുണ്ണിയും ഭാര്യ റെയിയും ഇവർക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 25 വർഷത്തോളമായി കുഞ്ഞുവാളെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അംഗമായി സേവനം അനുഷ്ഠിക്കുന്നു. പല ആൾക്കാരും കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടും കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനമില്ലായിരുന്നു. ഈ സ്ഥാനത്ത് പച്ചക്കട്ടയും കമുകും ഷീറ്റും അതിൻ്റെ മുകളിൽ നനയാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് വലിച്ചിട്ടൊരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളിൽ നിന്നും പോകാതെ ഞങ്ങളുടെ അടുത്ത സേവനം അനുഷ്ഠിച്ചതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സഹായം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ജോയി മർക്കോസിന്റെ കുടുംബത്തിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. 3 കിടപ്പറകളും ഡൈനിങ് റൂമും ഹാളും അടുക്കളയും വർക്ക് ഏരിയയും ഉൾപ്പെടുന്ന ബാത്ത് അറ്റാച്ച്ഡ് വീടാണ് നിലവിൽ ഈ കുടുംബത്തിന് പൊന്നുണ്ണി നിർമ്മിച്ചു നൽകിയത്. വർഷങ്ങളായി വീട് ഞാൻ അവിടുത്തെ കൊച്ച അപ്പനും അമ്മ എൻ്റെ മറക്കാൻ പറ്റില്ല. ഒരു വീട് പോലെ രാവിലെ തന്നെ CSI പള്ളിവികാരി ഫാദർ ബാബു ജേക്കബ് ഭവനത്തിലെത്തി മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം പാൽകാച്ചൽ ചടങ്ങ് നടന്നു. തുടർന്ന് പൊന്നുണ്ണിയും ഭാര്യ രാജിയും നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽ ജോയി മർക്കോസിനും ഭാര്യ കുഞ്ഞുമോൾക്കും കൈമാറി. നിറഞ്ഞ സന്തോഷത്തിന്റെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് താക്കോൽ സ്വീകരിച്ചത് സിറ്റി വിഷൻ രാജാക്കാട്.